വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. IC ബാലകൃഷ്ണനും ടി സിദ്ദിഖുമാണ് പരിഗണനയിലുള്ളത്. പ്രിയങ്ക ഗാന്ധി IC ബാലകൃഷ്ണനെയാണ് മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിച്ചത്. തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടത്. ഹാൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് ഒന്ന് ഈ വയനാട്ടിൽ നിന്ന് ആര് മന്ത്രിയാകണം എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ രണ്ടുപേരുടെ പേരും ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ആരുടെ പേരാകും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുക? രണ്ടുപേരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണോ? ഈ 3:30 കൈമാറുന്ന പട്ടികയിൽ ഇവരിൽ ഒരാളുടെ പേരും ഉണ്ടാകുമോ? തീർച്ചയായും സ്വാതി, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രി പദത്തിലേക്ക് എത്താൻ IC ബാലകൃഷ്ണന്റെ സാഹചര്യങ്ങൾ കൂടുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി വേണം. നിലവിലെ സാഹചര്യത്തിൽ ആരെ മന്ത്രിയാക്കണം എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിന് അനുസരിച്ച് നിലവിലെ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത് IC ബാലകൃഷ്ണനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മന്ത്രിപദത്തിലേക്ക് എത്തിക്കാൻ ഇതിനോടകം തന്നെ നിരവധി സമ്മർദ്ദങ്ങൾ KPCC നേതൃത്വത്തിൻ്റെ മുൻപിലുണ്ട്. നേരത്തെ ടി സിദ്ദിഖിനെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, അല്പസമയം മുമ്പ് KPCC ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയ ടി സിദ്ദിഖ് തല കുനിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാവായിട്ടുള്ള AK ആന്റണിയെ നേരിട്ട് വന്ന് കണ്ടു. എന്നിട്ട് പോലും ടി സിദ്ദിഖിൻ്റെ പേര് പരിഗണിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക് പോയി. അതിന് പ്രധാന കാരണം ആദ്യഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു IC ബാലകൃഷ്ണന് ഒരു മന്ത്രിപദം നൽകണം. അതിനുശേഷം അദ്ദേഹം IC ബാലകൃഷ്ണനും KPCC നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഒരു മന്ത്രി വരണം. ഒപ്പം തന്നെ അദ്ദേഹം നേരിട്ടൊരു പ്രതികരണം നടത്തുകയുണ്ടായി. ഭരണഘടന അനുസരിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരാൾ വേണം ആ വിഭാഗത്തിൻ്റെ മന്ത്രിയാകാൻ എന്നുള്ള നിലപാട് IC ബാലകൃഷ്ണൻ സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും IC ബാലകൃഷ്ണന് പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു പിന്തുണ IC ബാലകൃഷ്ണൻ നൽകി പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും IC ബാലകൃഷ്ണൻ മന്ത്രിപദത്തിലേക്ക് എത്തും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അത്രയധികം പിന്തുണ ലഭിക്കുന്നുണ്ട്. ടി സിദ്ദിഖിൻ്റെ പേര് നിലവിലെ സാഹചര്യത്തിൽ പരിഗണിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ രണ്ട് പേരും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കുന്നതിൽ KPCC നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ആരെ വേണം തീരുമാനിക്കാൻ അല്ലെങ്കിൽ ആര് മന്ത്രിപദത്തിലേക്ക് എത്തണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഹൈക്കമാൻഡിന് വിട്ടിരിക്കുന്നത്. സ്വാതി, ശരി. എന്തായാലും IC ബാലകൃഷ്ണനാകുമോ ടി സിദ്ദിഖാകുമോ വയനാട്ടിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുക. ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.